അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമളാൻ 10 ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രയാസകരമായ വിഷമകരമായ വാർത്ത ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും അറിഞ്ഞ ദിവസമാണ്. ഹിജ്റയുടെ 3 വർഷം മുമ്പ് മഹദിയായ ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ വഫാത്ത്. ആരായിരുന്നു ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ? പുന്നാര ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യ എന്നതിനപ്പുറം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു ഉമ്മയിൽ നിന്ന് എന്ത് ലഭിക്കണം, ഒരു സഹോദരിയിൽ നിന്ന് എന്ത് ലഭിക്കണം, ഒരു കൂട്ടുകാരിയിൽ നിന്ന് എന്തൊക്കെ ലഭിക്കണം, അതൊക്കെയും ഒരുമിച്ച് കൂടിയ ഒരു വലിയ മഹത് വ്യക്തിത്വമാണ് മഹദിയായ ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ. പുന്നാര ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്കാരുമില്ലാത്തപ്പോൾ, എന്നെ എല്ലാവരും വെറുക്കുന്ന സമയത്ത് എന്നെ ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് ഖദീജ ഉമ്മ. എനക്കൊന്നുമില്ലാത്ത സമയത്ത് ഖദീജയുടെ എല്ലാം എനിക്ക് തന്നിട്ട് എന്നെ സന്തോഷിപ്പിച്ച ആളാണ് ഖദീജ ഉമ്മ. ചിന്തിച്ചു നോക്കിയേ, ഇന്നത്തെ ഭാര്യ ഭർത്താക്കന്മാർക്ക് കണ്ടുപഠിക്കാനുള്ള ഏറ്റവും നല്ല മാതൃകാപരമായ ദമ്പതികൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹദി ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുഭവിച്ച പീഡനങ്ങൾ, അനുഭവിച്ച പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, അവിടെയൊക്കെയും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് താങ്ങും തണലുമായി പ്രവർത്തിച്ച മഹദി ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ. ഏത് സമയത്തും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ്, ഏറ്റവും വലിയ ഊർജമാണ് ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് തന്നെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ഉമ്മയെ പറ്റി പറയാൻ തുടങ്ങിയാൽ തങ്ങൾക്ക് 100 നാവാ. എല്ലാവരോടും ഖദീജ ഉമ്മാന്റെ വിശേഷണങ്ങൾ പറയുന്നതിന് വലിയ സന്തോഷമുള്ള കാര്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഖദീജ ഉമ്മയെ പറ്റി പറയുമ്പോൾ അവിടുത്തെ മുഖം വിവർണമാകുമായിരുന്നു, വികാരഭരിതനാകുമായിരുന്നു. കാരണം അവിടത്തോടുള്ള ബഹുമാനം, അവിടത്തോടുള്ള സ്നേഹം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഖദീജ ഉമ്മയും ആ ഒരു ദാമ്പത്യ ജീവിതം ഇന്നത്തെ ന്യൂജൻ സമൂഹത്തിനും എല്ലാ ദമ്പതികൾക്കും വലിയ മാതൃകയാണ്. ആ മാതൃക നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തിയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതം വളരെ സന്തോഷമുള്ള ജീവിതമായി തങ്ങളെയും അവിടുത്തെ അനുയായികളെയും ഖുറൈശികൾ ഒന്നടങ്കം ഉപരോധിച്ച ഒരു കാലഘട്ടം. ശിഅബു അബി ത്വാലിബ് ഏകദേശം 2-3 വർഷക്കാലം ആ ഒരു മലഞ്ചെരുവിലായിരുന്നു അവരുടെ താമസം. ആ സമയത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അനുയായികൾക്കും ഭക്ഷണമില്ല, കൃത്യമായ വെള്ളവുമില്ല. കായ്കനികള്, ഫലങ്ങള്, വൃക്ഷങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പഴങ്ങളും അത് തീർന്നപ്പോൾ അതിന്റെ ഇലകളൊക്കെ തിന്നിട്ടായിരുന്നു അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. ഈ സമയത്തും മഹദി ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. വാർദ്ധക്യകാലമാണ്, 65-70 ഇടയിലാണ്. മഹദി വഫാത്താകുന്നത് 65-ാമത്തെ വയസ്സിലാണ്. ആ സമയത്ത് കൃത്യമായ ഭക്ഷണമില്ലാത്തത് മഹദിയുടെ ആരോഗ്യത്തിന് വല്ലാത്ത ക്ഷീണം സംഭവിക്കുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ടാണ് മഹദി വളരെ പ്രയാസത്തിലേക്ക് ആരോഗ്യപരമായിട്ട് പോകുന്നത്. ആ സമയത്തും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തയാണ്. പൊന്നാരമോള് ഫാത്തിമയോട് പറഞ്ഞതും അത് തന്നെയാണ്. ഇവിടെ ഒരു ഭാര്യ എങ്ങനെയാവണമെന്ന് വളരെ കൃത്യമായി ജീവിച്ച് കാണിച്ചു തന്ന മഹദിയായ ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ ഖുവൈലിദിന്റെ മകളാണ്. ഏറ്റവും വലിയ കച്ചവട സംഘം കൊണ്ട് നടക്കുന്ന വലിയ സമ്പന്നയായ ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് 2 പേര് വിവാഹം കഴിച്ചതാ. അവരുടെ മരണശേഷം ആദ്യത്തെ ആള് മരണപ്പെട്ടു, 2-ാമത്തെ ആള് കഴിച്ചു, 2-ാമത്തെ ആള് മരണപ്പെട്ടു.
പിന്നെ വിവാഹമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഉപ്പയുടെ കച്ചവട സ്ഥാപനം, കച്ചവട സംഘവും വളരെ നല്ല രീതിയിൽ ശുശ്രൂഷിച്ചുകൊണ്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലയളവിലാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ടുള്ള ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹായുടെ വിവാഹം. ഈ സമയത്ത് ഖുറൈശികൾ ഒന്നടങ്കം ആക്ഷേപിച്ചു. ഒന്നുമില്ലാത്ത, ആരോരുമില്ലാത്ത അനാഥനായ മുഹമ്മദിനെ കല്യാണം കഴിക്കാൻ നിനക്ക് എന്തു പറ്റി ഖദീജ? ഖദീജ ബിബി റളിയല്ലാഹു അൻഹ ഒന്നും പറഞ്ഞില്ല. വിവാഹ ദിവസം അവിടെയുള്ള മുഴുവൻ പ്രമാണിമാർക്കും, അവിടെയുള്ള എല്ലാവർക്കും ഒരു വലീമ, ഒരു വിവാഹ സദ്യ ഒരുക്കുകയാണ്. എന്നിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിർത്തിയിട്ട് അവരോട് പറയാണ്, എൻ്റെ കയ്യിലുള്ള മുഴുവൻ സ്വത്തിന്റെയും ഉടമ അത് എൻ്റെ ഭർത്താവാകുന്ന ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇന്ന് ഞാനൊന്നും ഇല്ലാത്തവളാ. നിങ്ങളെല്ലാവരും പറഞ്ഞില്ലേ ഒന്നുമില്ലാത്ത മുഹമ്മദിനെ കല്യാണം കഴിച്ചതിന്. ഇന്ന് എല്ലാം ഉള്ളതാണ് മുഹമ്മദിനിക്ക്, എനിക്കാണ് ഒന്നും ഇല്ലാത്തത്. ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ ഭർത്താവിന്റെ ഇസ്സത്ത്, ഭർത്താവിനെ ഒരാളെ മുന്നിലും വഷളാവാൻ അനുവദിക്കാത്ത ഒരു സ്വഭാവം ഇന്നത്തെ എത്ര ഭാര്യമാരത് കൈക്കൊള്ളുന്നുണ്ട്. നാം ഓരോരുത്തരും സൂക്ഷിക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ പത്നിയായ ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹാ മുത്തുനബിയോടൊപ്പം ജീവിച്ചത് താങ്ങും തണലുമായിട്ടാണ്. ഏതൊരു പ്രയാസം വരുമ്പോഴും, ഏതൊരു ബുദ്ധിമുട്ട് വരുമ്പോഴും ആ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും അതിജീവിക്കാനുള്ള ഏറ്റവും വലിയ ഊർജമായിരുന്നു ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹാ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്തുനബിയിലേക്ക് ആദ്യമായി വന്നപ്പോ മുത്തുനബി വല്ലാതെ വിഷമിച്ചു, വല്ലാത്ത പ്രയാസം ഉണ്ടായി. ഉടനെ തന്നെ ഭാര്യയിലേക്ക് ഓടി വന്നത് എങ്ങനെയാ? സമ്മിലൂനിയ ഖദീജ, ഖദീജ ഒന്ന് പുതപ്പിട്ട് മൂടൂ, എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടൂ ഖദീജ എന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹാ മറുത്തൊന്നും ചോദിക്കാതെ അവിടത്തെ ആ ഒരു പുതപ്പെടുത്തുകൊണ്ട് മൂടി മുത്തുനബിയുടെ ശറഫാക്കപ്പെട്ട തല ഖദീജ ഉമ്മയുടെ തുടയിൽ വെച്ചിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആശ്വസിപ്പിക്കുകയാണ്. നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മളാണെങ്കിലോ, ഇന്നത്തെ കാലത്തെ ഭാര്യമാരാണെങ്കിലോ എന്തെങ്കിലും ഒരു പ്രയാസം കൊണ്ട് ഓടിയിട്ട് അവരുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അവർക്കറിയണം എന്ത് പറ്റി, എന്താ പറ്റിയത്, എങ്ങനെയാ പറ്റിയത്, എപ്പോഴാ പറ്റിയത്, 100 ചോദ്യങ്ങളാണ്. എന്നാൽ മഹദിയായ ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹാ ആശ്വസിപ്പിക്കുകയല്ലാതെ, സമാധാനിപ്പിക്കുകയല്ലാതെ മറുത്തൊരു ചോദ്യം ചോദിച്ചിട്ടില്ല. എന്നിട്ടും പറഞ്ഞത് എന്താ? എന്തിനാ നബിയെ തങ്ങൾ വിഷമിക്കുന്നത്, എന്തിനാ പ്രയാസപ്പെടുന്നത്, തങ്ങൾ അള്ളാഹുവിന്റെ സഹായമുള്ള ആളല്ലേ. ഇതാണ് ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത്. അത്തരത്തിൽ പരസ്പരം ആശ്വസിപ്പിച്ചുകൊണ്ട്, പരസ്പരം സമാധാനിപ്പിച്ചുകൊണ്ട്, പരസ്പരം സന്തോഷമുള്ള ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.